കറിയും എടുത്തടി. അളിയോ അളിയോ ഓ വാ അടി. എന്തുവാ കറി? അളിയോ, അളിയൻ എന്തോ കാര്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട. സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഓ എന്നാ മീൻകറിയാ എന്റെ ചേച്ചിയെ. പിന്നെ അതെ, ഇനിയിപ്പോ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കെല്ലാം രക്ഷപ്പെടാം. അപ്പാപ്പനടുത്ത് ഗോൾഡ് സേഫ് ആണല്ലോ അല്ലേ? നീ പിന്നെയും പിന്നെ അത് പറയല്ലേ. എൻ്റെ അപ്പയ്ക്ക് വേണ്ടി ജയിലിൽ പോയ ആളാ. ഈ മാവിന് നാളത്തേക്ക് വെക്കണോ? വേണ്ട. അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത വർക്കാ. അവസാന നിമിഷം അത് പൊളിഞ്ഞു. അന്നെങ്ങാനും അപ്പയെ പിടിച്ചിരുന്നെങ്കിലേ എൻ്റെ ലൈഫ് വേറെ ആനെ. അപ്പാപ്പയൊന്ന് കുറ്റേറ്റത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇത്രയൊക്കെ ഗോൾഡ് കാണുമ്പോ ഇനി അതിനെക്കുറിച്ച് പറയണ്ട. അപ്പാപ്പ പറ്റിക്കില്ല. സാർ, ഇതാണ് സ്പോട്ട്. സാറേ, എംഒ സിമിലർ ആയിരുന്നു. വെളുപ്പാങ്കാലത്താണ് സംഭവം നടന്നത്. ഈ ഭിത്തി വരുന്നതാണ് അകത്ത് കയറാൻ ശ്രമിച്ചത്. സംഭവം നടന്നിട്ടൊരു 2-3 ആഴ്ചയായി. എന്നിട്ട് ആളെ കിട്ടിയോ സാറേ? ആളെ കിട്ടിയില്ല സാറേ. ഇവിടുത്തെ CCTV അയാളെ നശിപ്പിച്ചു. ഇത് പിന്നെ ഫിക്സ് ചെയ്തതാ. അതിന്റെ വേറെ ഫുട്ടേജ് ഒന്നുമില്ല. അയാൾ തന്നെയാണോ CCTV നശിപ്പിച്ചത്? സാറേ, ഇവിടെ ഏറ്റുമാനൊരു മുഖ്യ കേസ്. എംഒ ഒക്കെ സിമിലറാണ്. നമ്മുടെ ബാങ്ക് മോഷണത്തിന് 2 ആഴ്ച മുമ്പ് സൺഡേ. അപ്പോൾ അവിടുത്തെ CCTV ഫുട്ടേജസ് ഉണ്ടാവില്ലേ? CCTV ഫുട്ടേജ് ഒന്നും ഇല്ല സാറേ, എല്ലാം നശിപ്പിച്ചു. വിക്ടർ, എനിക്ക് ആ ഏരിയയിലെ മാത്രമല്ല, ആ ടൗണിലെ മുഴുവൻ CCTV ഫുട്ടേജ് വേണം. അത് പെട്ടെന്ന് വേണം. എടുക്കാം സാറേ, അതിനുള്ള പരിപാടി ചെയ്യാം. ഈ ടൗണിലെ മുഴുവൻ CCTV ഫുട്ടേജും നമുക്ക് എടുപ്പിക്കണം. യെസ്, എടുക്കാം സാർ. അയാൾ ഇതുവഴിയാണ് ഓടിയത്. ഇവിടുന്ന് സെക്യൂരിറ്റി പുറകെ പോയി, പക്ഷെ ആൾ രക്ഷപ്പെട്ടു. നേരം വെളുക്കുന്നവരെ പോയ വണ്ടികളിൽ 2 ലോറി പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാറുകളും, പിന്നെ എന്നും പതിവ് പോലെ പോകുന്ന കുറച്ച് ഓട്ടോകൾ പോയിട്ടുണ്ട്. ആ പെട്ടിയോട്ട് വന്ന് എൻഹാൻസ് ചെയ്ത്. ഓക്കെ, കുറച്ചും കൂടെ. നെക്സ്റ്റ് ഡേ ഈ സെയിം ടൈം ഒന്ന് കിട്ടുമെന്ന് നോക്കി നോക്കാം. പറഞ്ഞേ. ആ സാർ. അല്ല, എവിടേക്കാണ്? ഈ വണ്ടി എടുക്കാം. എവിടേക്കാ സാറേ? ഞാൻ ചുമ്മാ കയറിയതാ. ഈ വെളുപ്പാങ്കാലത്ത് തന്നെ ഒരു ഓട്ടം. എന്നും ഓട്ടം ഉണ്ട് സാറേ. രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്രം കിട്ടും, പിന്നെ അപ്പുറത്തെ ഡയറിയിൽ നിന്ന് പാൽ. കഴിഞ്ഞൊരു വർഷമായിട്ട് ഇപ്പോൾ ഇതാ. കവലയിൽ ഏറ്റവും കൂടുതൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്? അങ്ങനെ ഇന്ന കടയൊന്നും ഇല്ല സാറേ. പിന്നെ മറ്റേ പാർലറിൽ പണി നടക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് അങ്ങോട്ടാ ഓട്ടം. ആ പണി എങ്ങനെയാണ് നിനക്ക് റെഡി ആയത്? അത് നമ്മുടെ മേസ്ത്രി ഇല്ലേ, അയാൾ വഴി.
വിക്ടർ സാർ ഏറ്റുമാനൂർ ടൗൺ മുഴുവൻ കോമ്പ് ചെയ്യണം. ചെയ്യാം സാർ. ഈ മോഷണം നടന്നതിൻ്റെ 2 ആഴ്ച മുമ്പത്തെ ഞായറാഴ്ച ഏറ്റുമാനൂർ എന്തൊക്കെ നടന്നു എന്നുള്ളത് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണം. യെസ് സാർ. എടുക്കാം. സാർ ഇതാ മുഖ്യ കേസല്ലേ, അന്നത്തെ ഫുട്ടേജ്. ഇതുവഴിയൊക്കെ അവൻ ഓടിയത്. പോസ്റ്റ് ചെയ്ത് ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് പ്ലീസ്. സ്റ്റീഫനല്ലേ? ആ സാർ, ചെക്ക് ചെയ്യാം. ആ സ്റ്റീഫിൻ്റെ ഫയൽ നടത്തേ. ഇവൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. ഇത് സ്റ്റീഫൻ തന്നെയാണ്. 3 വർഷം മുമ്പ് ഫീൽഡ് വിട്ടു എന്ന് പറഞ്ഞ ആള് ഇത്രയും വലിയ മോഷണം നടന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ള എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. യെസ് സാർ. എടുക്കാം. അവനെ പൊക്കാനുള്ള പരിപാടി ചെയ്യാൻ സാറേ. അതെ, റോസമ്മയുടെ മകളുടെ കെട്ടാ. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഇടാനായിട്ട് എൻ്റെ കാതേലും കഴുത്തേലും എന്തെങ്കിലും പൊന്നു വേണ്ടേ? നമുക്കോ മക്കളില്ല. കുടുംബത്തിൽ ഈ കെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ചടങ്ങുമില്ല. നിന്റെ അനിയനൊരുത്തനുണ്ടായിരുന്നില്ല, അവനോട് പോയി. അവനെ ഒരു 3-4 ദിവസത്തേക്കുള്ള പണി കിട്ടിയിട്ടുണ്ട്. കിട്ടും, അവന് നല്ല പണി കിട്ടും. ഡീ, നിന്റെ ഗുണത്തിന് വേണ്ടിയാ പറയണം. എന്തുവാ? ഈ കാശ് കിട്ടി കഴിഞ്ഞാൽ നിനക്കുള്ളത് ഞാൻ തരും. അവനതറിയണ്ട. അപ്പോൾ ഉടനെ കിട്ടുമോ? ഡീ, ഞാൻ എവിടെ നിന്ന് നിന്നോട് പറഞ്ഞേ? മുകളൂര്. അയ്യോ, ഇതെന്നായിരുന്നു സാറേ? സ്റ്റീഫനുണ്ടോ? സാറേ, സാർ ഇതിപ്പോ എന്നെ കുറ്റം ചെയ്തിട്ടാ? അങ്ങേരിപ്പോ അങ്ങനത്തെ പണിക്കൊന്നും പോകത്തില്ല. സാറേ, ഞാനിപ്പോ വരാം സാർ. ഉടുപ്പൊന്നും ഇട്ടോട്ടെ. എന്നെ ഭാവിച്ചോണ്ടാ മനുഷ്യൻ.